ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഹൈ സ്റ്റേക്സ് ഗുജറാത്ത് ഹോൾഡ്സ് ആൻഡ് ഔട്ട്സൈസ്ഡ് ഇമ്പോർട്ടൻസ് ഇൻ ദ ബി ജെ പീസ് കാൽക്കുലേഷൻസ്. അപ്പോൾ ഗുജറാത്തിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ബി ജെ പിക്ക് ഉണ്ട്. ഈ എഡിറ്റോറിയൽ ഡീൽ ചെയ്യുന്നത് ഗുജറാത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സും അതുപോലെ തന്നെ ആർക്കൊക്കെ ചാൻസ് ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് ആ പറഞ്ഞ ക്യാമ്പയിൻസ് ഒക്കെ മുമ്പോട്ട് പോകുന്നത്, ഒരു ട്രയാങ്കുലർ വാർ ആകുമോ അല്ലെങ്കിൽ രണ്ടാമത്തെ കക്ഷിയായിട്ട് വരാൻ പോകുന്നത് ആരാണ്, അങ്ങനെയുള്ളൊരു എന്താ പറയുക അനാലിസിസ് ആണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ നടത്തുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ഇലക്ഷൻസ് ഡിസംബർ 1, ഡിസംബർ 5 തീയതികളിലാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, 2 ഫേസ് ആയിട്ട്. അപ്പോൾ ബി ജെ പിക്ക് അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ബി ജെ പിൻ്റെ പൊളിറ്റിക്സ് മോഡൽ ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് പോലൊരു പൊളിറ്റിക്സാണ് ഇപ്പോൾ നാഷണൽ ലെവലിൽ പോലും മോഡൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ബി ജെ പിയുടെ ലോഞ്ച് പാഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പറഞ്ഞ ഈ ഗുജറാത്തിൻ്റെ ഇലക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീങ് ദ ലോഞ്ച് പാഡ് ഓഫ് ദ പ്രിവെയിലിംഗ് മോഡൽ ഓഫ് പൊളിറ്റിക്സ് ഓഫ് ദ ബി ജെ പി ആൻഡ് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി, ഗുജറാത്ത് ഹാസ് ബിക്കം എ സ്പെഷ്യൽ പ്ലേസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. സ്പെഷ്യൽ പ്ലേസിലുള്ളൊരു സ്ഥലമാണ് ഈ ഗുജറാത്ത് എന്ന് പറയുന്നത്. With the emergence of AAP, Aam Aadmi Party as a serious contender for power, the assembly election scheduled for December 1 and 5 is going to be a triangular one. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു സഡൻ എമർജൻസ് കാരണം എന്താണ്, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഗുജറാത്തിൽ ഒരു സ്ട്രോങ് ഓപ്പോസിഷനായിട്ട് ആം ആദ്മി പാർട്ടിയാണ് വന്നിരിക്കുന്നത്. 2017 ശേഷം കോൺഗ്രസ് ഗുജറാത്തിൽ വീക്കെൻഡ് ചെയ്യുകയാണെന്ന് പറയുന്നു. അപ്പോൾ 2017 ഇലക്ഷൻസിൽ ടഫ് കോമ്പറ്റീഷൻ കൊടുത്ത കോൺഗ്രസ് ഈ പറഞ്ഞ ഗുജറാത്തിൽ വീക്കെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വാക്വം ഫില്ല് ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്ക് ആവുമോ എന്നതാണ് ചോദ്യം. എന്ത് തന്നെയാണെങ്കിലും ശരി, ബി ജെ പിക്ക് ഒരു ക്ലിയർ എഡ്ജുള്ള സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ ഒരു ട്രയാങ്കുലർ വാർ പ്രതീക്ഷിക്കുകയാണ് ഇത്തവണ. കാരണം കോൺഗ്രസ്, ബി ജെ പി, ആം ആദ്മി പാർട്ടി കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടീൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പഞ്ചാബിൽ അധികാരം പിടിച്ചെടുത്ത ആം ആദ്മി പാർട്ടിക്ക് നല്ല ക്യാമ്പയിനിങ് പ്രോസസ്സാണ് ഗുജറാത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ പെട്ടെന്നൊരു സെറ്റ് ബാക്ക് ബി ജെ പിക്ക് പറ്റിയതെന്ന് പറയുന്നത് കൊളാപ്സ് ഓഫ് എ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇൻ മോർബി. നമുക്കെല്ലാവർക്കും അറിയാം, മോർബിയിൽ സസ്പെൻഷൻ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തിട്ട് ഇതിനിടെയാണ് ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ബി ജെ പിൻ്റെ ഗവർണൻസ് ട്രാക്ക് റെക്കോർഡിനാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. പൊതുവേ നല്ല ഗവർണൻസ് ട്രാക്ക് റെക്കോർഡുള്ള ബി ജെ പിക്ക് ഇങ്ങനെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ കുറേ ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് മരിക്കുന്ന സമയത്ത് ആ ഗവർണൻസ് ട്രാക്ക് റെക്കോർഡിനെയാണ് ബാധിക്കുന്നത്, മോശമായി ബാധിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും ശരി, വോട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഇങ്ങനൊരു ഇവൻ്റ് ഒന്നും അധികം വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല. കാരണം പൊതുവേ സപ്പോർട്ടേഴ്സിനും വോട്ടേഴ്സിനൊന്നും ഇതത്ര പ്രശ്നമായിട്ട്, ഒരു ഇലക്ഷന് പ്രശ്നമായിട്ട് വരാൻ സാധ്യത കുറവാണ്. മാത്രമല്ല സ്റ്റേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാമ്പയിനിങ് ഫാക്ടർ എന്ന് പറയുന്നതിന് ഡീപ്പ് ഹിന്ദുയിസമാണ്. സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഇസ് ഡ്രിവൺ ബൈ ഡീപ്പ് ഹിന്ദു സിംബോളിസം ആൻഡ് ഓഫ് ആൻ ഔട്ട്റൈറ്റ് കമ്മ്യൂണൽ പോളറൈസേഷൻ. അപ്പോൾ ഹിന്ദുയിസത്തിൽ ഊന്നിക്കൊണ്ടാണ് അവരുടെ ക്യാമ്പയിൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്സും എന്ന് പറയുന്നത്. ബി ജെ പിയുടെ കാര്യമാണ് പറയുന്നത്. ഇതിൽ ആം ആദ്മി പാർട്ടി ലീഡർ അരവിന്ദ് കെജ്രിവാൾ ഈസ് ട്രൈങ് ടു അഡോപ്റ്റ് ദ ടെസ്റ്റഡ് ഫോർമുല ബൈ പ്രോമിസിങ് ഗുജറാത്തീസ് ഫ്രീ പിൽഗ്രിമേജ് ടു അയോധ്യ ആൻഡ് ചലഞ്ചിങ് ബി ജെ പി ടു ഇംപ്ലിമെൻറ്റ് യൂണിഫോം സിവിൽ കോഡ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ഇത് തന്നെ ഈ ഫോർമുല, ഈ ഡീപ്പ് ഹിന്ദുയിസം തന്നെയാണ് ആരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളും. കാരണം എന്താ, അയോധ്യയിലേക്കുള്ള പിൽഗ്രിമേജ്, സീനിയർ സിറ്റിസൺസിന് പിൽഗ്രിമേജൊക്കെ, തീർത്ഥാടന യാത്രയൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിനുകൾ നടക്കുന്നത്. മാത്രമല്ല നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പരാമർശം തന്നെ അറിയാം. അതായത് ലോർഡ് ഗണേശ, ലോർഡ് ലക്ഷ്മി, അങ്ങനെയുള്ള ദൈവങ്ങളുടെ ഫോട്ടോ ഇന്ത്യൻ റുപ്പിയിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അഭിവൃദ്ധി വരുമെന്നും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റെബിലൈസ്ഡ് ആവുമെന്നൊക്കെയാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഈ പറഞ്ഞ പ്രോ ഹിന്ദു ഇമേജിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്സുമായിട്ട് മെർജ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ടാക്ടിക്സ് തന്നെയാണ് എന്ന് വേണം കരുതാൻ. നമുക്ക് ഒപ്പീനിയൻ പോൾ നോക്കാം. ഒപ്പീനിയൻ പോളിൽ തന്നെ 70% ആൾക്കാരും ഫേവർ ചെയ്യുന്ന ആരാണ്, ബി ജെ പിനെ തന്നെയാണ് ഫേവർ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പ്രൈസ് റൈസ് ഒരു കൺസേർണായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇൻഫ്ലേഷൻ കൂടുതലാണ്, നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു എക്കോണമിക് ഇൻസ്റ്റബിലിറ്റി ഉള്ള സമയത്ത് പോലും പ്രൈസ് റൈസ്, സാധനങ്ങളുടെ അവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ കൂടുതലാണ്. എന്നിട്ടും ആ കൺസേൺ ഉയർത്തി കാണിക്കുന്നവർക്ക് പോലും ബി ജെ പി തന്നെ മതി എന്നാണ് ഒപ്പീനിയൻ പോൾസ് പറയുന്നത്. അപ്പോൾ കമ്പയർഡ് ടു 2017 ബി ജെ പി ഹസ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് എമംഗ് മോസ്റ്റ് ഹിന്ദുസ് ആൻഡ് ട്രൈബൽ സെക്ഷൻസ്. ഹിന്ദുസിലും അതുപോലെ തന്നെ ട്രൈബൽ സെക്ഷൻസിലൊക്കെ ഈ പറഞ്ഞ സ്വീകാര്യത ബി ജെ പി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഇലക്ഷൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ബി ജെ പിക്ക്. മാത്രമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടീൻ്റെ ഒരു സ്ട്രെങ്തനിങ് നമ്മൾ പറയുന്നു. ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ട്സ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് ഈസി ആവുമെന്നും അനാലിസിസ് പറയുന്നു. അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല സെൻറ്ററിലുള്ള പാർട്ടി എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ആർക്കേ പറ്റുള്ളൂ, ആ പറഞ്ഞ പാർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ
സെൻട്രലിൽ BJP വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഇൻകുംബൻ്റ് ആയിട്ടുള്ള BJP ഗവൺമെൻറ് ഗുജറാത്തിലുള്ളപ്പോൾ ഓൾറെഡി അതെന്താണ്, അത് ഉറപ്പായിട്ടും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ട്രിഗർ ചെയ്യും എന്ന് സംശയമില്ല. അത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അവിടെ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് കാണിക്കുന്നതാണ്, പവർഫുള്ളായിട്ടൊരു സെൻറ്റർ ഉണ്ടാകുമ്പോൾ അതേ പാർട്ടി ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും അത് ഗ്രോത്ത് ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം ആം ആദ്മി പാർട്ടിക്കുള്ളത് എന്താണ്, ഇവരെല്ലാ രീതിയിലും പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പാർട്ടികളെ. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് എല്ലാ മിനിസ്റ്റേഴ്സിനും പ്രഷറുണ്ട്. ഇപ്പോൾ അവർ ഈ പറഞ്ഞ എല്ലാ കോൺട്രവേഴ്സീസിലും അവർ ഈ പറഞ്ഞ സെൻട്രൽ ഏജൻസീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ആർ ആക്റ്റീവ് അഗെയിൻസ്റ്റ് ആം ആദ്മി പാർട്ടി ലീഡേഴ്സ് വെരി കൺവീനിയൻറ്റ്ലി ഫോർ ദ BJP. അപ്പോൾ BJPൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിനെ ഉപയോഗിക്കുന്നുണ്ട് പ്രഷറൈസ് ചെയ്യാൻ മറ്റു പാർട്ടികൾ. അപ്പം ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഓഫ് കോഴ്സ് BJPക്കും. BJPക്ക് ഒരു സ്റ്റേറ്റ് എലക്ഷൻ മാത്രമല്ല, അതിനപ്പുറം അതിൻ്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ്, സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലവുമാണ് ഗുജറാത്ത് എന്ന് പറയുന്നു. The central investigative agencies are active against Aam Aadmi leaders very conveniently for BJP. Despite its comfortable position, BJP remains restless as stakes are high. In BJP's perception, it is much more than a state election. അപ്പോൾ അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് BJPക്ക് എന്നാണ് അനാലിസിസ് പറയുന്നത്. നമ്മൾ കണ്ടു തന്നെ അറിയാം, എന്തായാലും ഡിസംബർ 1, ഡിസംബർ 5 തീയതികളിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്.